സ്വാദിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മാംഗ്ലൂരിയൻ റെസിപ്പിയായ ചിക്കൻ സുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ സുക്ക റെസിപ്പി ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഈ കറി സാധാരണ നെയ്യിലാണ് ഉണ്ടാക്കി കണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ നെയ്യ് ഉപയോഗിച്ചല്ല, വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചട്ടിയിലോട്ട് ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 2 ഏലക്ക, 4 കരയാമ്പു, 1 തക്കോലം, 3 ടീസ്പൂൺ മുഴുവൻ മല്ലിയാണ് ചേർത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 4 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവാള വളരെ കനം കുറഞ്ഞ അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ വഴറ്റി സ്പൈസസിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി സവാള ഒന്ന് വാടി വരണം, അത്രമാത്രം ചെയ്താൽ മതി. ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവാളയെല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ആ രീതിയിലേക്ക് ആവാം. ഇനി ഒന്ന് മുളക് പൊടി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർക്കണം. ഇനി ഇത് പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളംപുളിയാണ് പുളിക്ക് വേണ്ടി ചേർക്കുന്നത്. ഈ ചിക്കൻ സുക്ക എന്ന് പറയുന്ന ഒത്തൻറ്റിക് റെസിപ്പിയിൽ ഈ വാളംപുളിയാണ് ചേർക്കുന്നത്. ഇനി വാളംപുളി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് നാരങ്ങ പിഴിയുകയോ തക്കാളി ചേർക്കുകയോ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വാളംപുളി തന്നെയാണ് ചേർക്കാനായിട്ട് പോകുന്നത്. ഇനി ഗ്യാസ് സ്റ്റവെല്ലാം ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ബൗളിലിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. നമ്മൾ മിക്സിയുടെ ബൗളിൽ നിന്ന് അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അരച്ചിട്ട്. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് വറുക്കണം. വറുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമക്ക് വറുക്കാനല്ല, ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് വാടി കിട്ടണം തേങ്ങ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നല്ലപോലെ നമ്മൾ വറുത്തരയ്ക്കാൻ കറി വയ്ക്കണ കൂട്ടൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതേ മിക്സിയുടെ ബൗളിൽ തന്നെ ഇട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരയ്ക്കണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ മസാലയൊക്കെ അരച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന മസാലയൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ആ തേങ്ങയിലോട്ട് നമുക്ക് പിടിച്ച് കിട്ടും. ഇനി അടുത്തതായിട്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി എണ്ണ ചൂടായി കഴിയാൻ നേരത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള നല്ലതുപോലെ വഴറ്റണം. നിറമെല്ലാം മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് വരണം, അത്രയും നേരം വഴറ്റണം ഈ സവാള. ഇപ്പോൾ ഇത് നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കും. നേരത്തെ മസാലയുടെ കൂടെ നമ്മൾ പുളി അരച്ചിട്ടുണ്ട്. പുളി അരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സവാള ഒന്ന് വാടിക്കഴിയുമ്പോൾ തന്നെ ഒരു തക്കാളി അരിഞ്ഞ് അതും കൂടെ വഴറ്റാം. എന്നിട്ട് വേണം ചിക്കൻ ചേർക്കാനായിട്ട്. ഇനി ഇതിലൊരു നുള്ള് മഞ്ഞൾ കൂടി ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ. മസാലയെല്ലാം വരാനുള്ളതാണല്ലോ, അപ്പം ഉപ്പ് അതിനും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലതുപോലെ വെന്തിട്ടുണ്ട് ചിക്കൻ.
നല്ലതുപോലെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന മസാലക്കൂട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ അരച്ച് വെച്ചില്ലേ നേരത്തെ, ആ മസാലക്കൂട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇത് ഡ്രൈ ആയിട്ട് വെക്കണമെങ്കിൽ ഇത് നല്ലതുപോലെ വറ്റിച്ചിട്ട് വെള്ളത്തിൻ്റെ ഗ്രേവി മുഴുവൻ വറ്റിച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ചാറോട് കൂടിയാണ് വേണ്ടതെങ്കിൽ ചാറോട് കൂടിയും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ 2 തരത്തിലും ഈ ചിക്കൻ സുക്ക എന്ന് പറഞ്ഞ റെസിപ്പി ഉണ്ടാക്കാറുണ്ട്. സുക്ക എന്ന് പറഞ്ഞാൽ മീനിങ് തന്നെ ഡ്രൈ എന്നുള്ളതാണ്. ചപ്പാത്തിയെല്ലാം കഴിക്കാനാണെങ്കിൽ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി ആയിട്ട് എടുക്കാം. ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ ഇത് ഈ ഗ്രേവിക്കകത്ത് കിടന്ന് വെന്തിട്ട് ഈ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ചിക്കനിലോട്ടൊന്ന് പിടിക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നല്ലതുപോലെ ഇളക്കി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, സോറി. കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇപ്പോൾ സെമി ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഉപ്പ് ഒന്നും കൂടെ നോക്കിയിട്ട് പോരെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിന് ഉപ്പിൻ്റെ കുറവൊന്നുമില്ല. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ സുക്ക എന്ന റെസിപ്പി ഇവിടെ റെഡിയായി.